ഇവിടെ ഒരു പെണ്ണ് ഭയങ്കര തടിയുള്ള ഒരേ കാരണം കൊണ്ട് എല്ലായിടത്തും അപമാനപ്പെടുകയാണ്. സ്വന്തം വീട്ടിൽ തന്നെ പ്രശ്നമായിട്ട് വീട് വിട്ട് പുറത്തു വന്നു. സോ ആ വിഷമം മറക്കാൻ വേണ്ടി അവളുടെ ലവറിന് ഫോൺ ചെയ്തു. എന്നാൽ അവൻ സമാധാനപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ അവൻ ഇവളെ യൂസ് ചെയ്തിട്ട് ക്ലോസ് ഫ്രണ്ടിനെ തന്നെ കറക്കിയെടുത്തിരുന്നു. അവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഒരു ഷോക്ക് തന്നെ കൊടുത്തു. അതിലിവളും ആകെ ഇല്ലാണ്ടായി. ഞാൻ തടി കൂടുതലുള്ളത് കൊണ്ടല്ലേ എല്ലാവരും എന്നെ വെറുക്കുന്നതെന്ന് പറഞ്ഞ് ആ വിഷമത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി. എന്നാൽ അവളുടെ ഭാഗ്യത്തിന് അത്ര ഉയരത്തിൽ നിന്ന് ചാടിയിട്ട് ഒന്നും പറ്റിയില്ല. അപ്പോഴാണ് അവൾക്ക് ജീവിതം എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നത്. നമ്മൾ എന്തിനു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഫീൽ ചെയ്യണം? മരിക്കും വരെ അവര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ച് അവളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ ഒരു ബോക്സറെ ഫ്രണ്ടായി കിട്ടി. പലയിടങ്ങളിലും വെച്ച് കണ്ട് ലവേഴ്സ് ആയി മാറി. അറ്റ്ലീസ്റ്റ് ഇത്ര സഹിച്ചിട്ടാണെങ്കിലും അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചു. അവൻക്കാണെങ്കിൽ ബോക്സിംഗിലാണ് താല്പര്യം. ഒരു ദിവസം ഒരു വലിയ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി ചാൻസ് കിട്ടിയിട്ടും അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ഒരേ ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. അത് മനസ്സിലാക്കിയ ഇവളും അവൾക്ക് വേണ്ടി സേവ് ചെയ്തു വെച്ച എല്ലാ പണവും എടുത്ത് ആ ചാൻസ് അവൻക്ക് വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഇവളാണ് ആ ചാൻസ് വാങ്ങി കൊടുത്തതെന്ന് അറിയാതെ അവൾക്ക് തന്നെ ഫോൺ ചെയ്ത് സന്തോഷം പറഞ്ഞു. ഇപ്പൊ കോമ്പറ്റീഷൻ അവനെ റെഡിയാക്കാൻ വേണ്ടി ഹെൽത്തി ആയ ഫുഡെല്ലാം റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ വെച്ച് കുക്ക് ചെയ്തു നോക്കി. എന്നാൽ ഇവൾക്ക് തീരെ കുക്ക് ചെയ്യാൻ അറിയാതെ കൊണ്ടുവന്ന എല്ലാം കരിഞ്ഞുപോയി. ഇവളും അവൻ കോമ്പറ്റീഷനിൽ വിജയിക്കാൻ വേണ്ടി എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ അവൻ ആ മത്സരത്തിൽ നിന്ന് തന്നെ മാറാൻ പറഞ്ഞ് ഒരുത്തൻ 30,000 യുവാൻ തരാമെന്ന് പറഞ്ഞു. ആ പണം വാങ്ങിയിട്ട് അവന്റെ സ്വപ്നം തന്നെ ഇല്ലാതാക്കി വന്നു. അതിന് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടായി. അതിൽ അവന് ഇവളെ ദേഷ്യത്തിൽ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവളാണ് ആ ചാൻസ് വാങ്ങി തന്നു എന്നുള്ള കാര്യം തന്നെ പറയാതെ വന്നു. ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിലുള്ളത്. അങ്ങനെ ഒരു ദിവസം ലേഡീസ് ബോക്സിംഗിനായിട്ടുള്ള പോസ്റ്റർ ഇവളുടെ കണ്ണിൽ പെട്ടു. അന്ന് മുതൽ ഇവളും ബോക്സിംഗ് ചാമ്പ്യനായി മാറി എല്ലാവരുടെ മുമ്പിലും പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് അവളുടെ തടിയെല്ലാം കുറച്ച് ആ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തന്നെ റെഡിയായി വന്നു.